സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാപ്പസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഈ 4-ാം തീയതി നടന്ന മുഷാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ പറയുകയുണ്ടായി സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു വരണമെന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം. ഇവിടെ അടിക്കടി മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഈ കല്ലായിയും മായിൻകാക്കയും സമസ്തയിലെ കുട്ടി നേതാക്കളും പറയും കാന്തപുരത്തെ പുറത്താക്കിയെന്ന്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ സംഘടനയിലോ ഒരു ഏതെങ്കിലും ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ഒരു വ്യക്തിയെ പുറത്താക്കിയാൽ ആ പുറത്താക്കിയ വ്യക്തിയെ തിരിച്ചു വിളിച്ച ഒരു സംഭവം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ മാനേജ്മെന്റിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അദ്ദേഹത്തിന്റെ ദൂഷ്യ സ്വഭാവം കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അദ്ദേഹത്തെ മാനേജ്മെന്റ് ഒഴിവാക്കി. അദ്ദേഹം അപ്പുറത്ത് പോയി ഒരു സ്ഥാപനം തുടങ്ങി, ഒരു വിദ്യാലയം തുടങ്ങി. അതിൽ കുട്ടികൾ വന്ന് കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾ ലോകത്തിന് മാതൃകയായി, നാടിനും ദീനിനും ലോകത്തിനും മാതൃകയായ വലിയ വലിയ പണ്ഡിതന്മാരെയും വലിയ വലിയ വിദ്യാർത്ഥികളെയും പടച്ചുവിട്ടു. അങ്ങനെ ഇവര് ആ വിദ്യാലയത്തിനെതിരെ ഒരുപാട് അക്രമങ്ങളും അരാജകത്വവും അഴിച്ചുവിട്ടെങ്കിലും അതിനെല്ലാം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ആ വിദ്യാലയം മുന്നോട്ട് പോയി. ഇവര് പുറത്താക്കിയതാണ് എന്ന് ചിന്തിക്കുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, പുറത്താക്കിയതാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് പറയാണ് അന്ന് ഞങ്ങൾ പുറത്താക്കിയത് ഒരു അബദ്ധം പറ്റിയത്, ഞങ്ങൾ തിരിച്ചു പോയോന്ന് പറയോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ സ്കൂൾ പൂട്ടിയിട്ട് സീല് വെച്ചിട്ട് അവർ തിരിച്ചു വരുമോ? ചിന്തിക്കണം. അപ്പൊ സത്യത്തിൽ പുറത്താക്കിയതല്ല, ഇറങ്ങിപ്പോയത് തന്നെയാണ്. അത് ഇവരെന്നെ തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും MA ഉസ്താദിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു സുന്നി സംഘം, സുന്നി പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയതാണ്. ഈ വഹാബിസത്തിന്റെ കരാളഹസ്തങ്ങളിൽ സമസ്ത അകപ്പെട്ടു. സമസ്തയെ ഒരു നിലക്ക് മോചിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ പുനഃസംഘടിപ്പിച്ചു സമസ്തയെ. അതാണ് സത്യാവസ്ഥ ഇന്ന്. എന്നാൽ ആ സമസ്തയിൽ നിന്ന് ഇന്ന് സമസ്തക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ മാതൃസംഘടന ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തിരിച്ചു വിളിക്കുക സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് തിരിച്ചു വിളിക്കുന്നത്? അന്ന് ഇവർ ഇറങ്ങിപ്പോയതാണ്. ആ ഇറങ്ങിപ്പോയവരോട് പറയാണ് നിങ്ങൾ തിരിച്ചു പോയോ? നല്ല നിലക്ക് നല്ലൊരു അഭ്യർത്ഥനയാണ്. അല്ലാണ്ട് പുറത്താക്കിയവരെ തിരിച്ചു വിളിക്കുന്നില്ല. പുറത്താക്കിയവരെ ലോകത്ത് ഇന്ന് വരെ ആരും തിരിച്ചു വിളിച്ചിട്ടില്ല. പുറത്താക്കിയവരെ അപ്പൊ കാന്തപുരം ഉസ്താദ് അപ്പുറത്ത് നിൽക്കുമ്പോ പറ്റ മോശക്കാരൻ. നിങ്ങളൊക്കെ എന്തെല്ലാമാണ് ഒരു മനുഷ്യനെ പറയാൻ പറ്റാത്ത വാക്കുകൾ നിങ്ങൾ ഉപയോഗിച്ചു. അത്രയും മോശക്കാരൻ. നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് അതൊന്നും പറയുന്നില്ല. അത്രയും വൃത്തികെട്ട രീതിയിൽ. അപ്പോ കാന്തപുരം ഉസ്താദിനെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ തിരിച്ചു വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാന്തപുരം ഉസ്താദും ആ സമസ്തയും നല്ല ആളുകളായതുകൊണ്ടല്ലേ? അപ്പൊ അത് നബിയുടെ മുടി ആയതുകൊണ്ടല്ലേ? കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളായതുകൊണ്ടല്ലേ? അംഗീകരിക്കടാ ചങ്ങായിമാരെ, ഇനിയെങ്കിലും അംഗീകരിക്കാൻ എന്തിനാണ് ഈ മടി? പുറത്താക്കിയതല്ല, ഇറങ്ങിപ്പോയതാണ്. സമസ്തയെ പുനഃസംഘടിപ്പിച്ചതാണ്. അണ്ടർസ്റ്റാൻഡ്?